മലയാള സിനിമയുടെ പ്രധാന റിലീസിംഗ് സീസണുകളിൽ ഒന്നാണ് വിഷു. അതിനാൽ തന്നെ പ്രധാന ചിത്രങ്ങൾ വിഷു റിലീസുകളായി എത്തുന്നതും പതിവാണ്. ഇത്തവണയും അങ്ങനെ തന്നെ. അതില് ശ്രദ്ധ നേടിയ ഒന്നാണ് ബേസില് ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത മരണമാസ്. മോളിവുഡ് ബോക്സ് ഓഫീസില് സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നായക താരമാണ് ഇപ്പോൾ ബേസില് ജോസഫ്. മരണമാസിൽ ആ വിജയത്തുടർച്ചയ്ക്ക് സാധിക്കുമോ ബേസിലിന്? ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷന് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട്. പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽകിന്റെ കണക്കനുസരിച്ച് ചിത്രം ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിനം നേടിയ നെറ്റ് കളക്ഷന് 1.1 കോടിയാണ്. മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങളും തമിഴിൽ നിന്ന് അജിത് കുമാരി ചിത്രവും ഒരുമിച്ച് എത്തിയ ദിവസമായിരുന്നു ഇന്നലെ. ഇത് പരിഗണിക്കുമ്പോൾ മോശമില്ലാത്ത കളക്ഷനാണ് ഇത്. അതേസമയം മലയാളം വിഷു ചിത്രങ്ങൾ വാരാന്ത്യ ബോക്സ് ഓഫീസിൽ എത്ര നേടുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ട്രാക്കർമാര്. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ്, റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസ്, വേൾഡ് വൈഡ് ഫിലിംസ് എന്നീ ബാനറുകളിൽ ടൊവിനോ തോമസ്, റാഫേൽ പൊഴോലിപ്പറമ്പിൽ, കിങ്സ്റ്റൺ തോമസ്, തൻസീർ സലാം എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. നടൻ സിജു സണ്ണി കഥ രചിച്ച ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് സിജു സണ്ണിയും സംവിധായകൻ ശിവപ്രസാദും ചേർന്നാണ്. ബേസിൽ ജോസഫിനൊപ്പം രാജേഷ് മാധവൻ, സിജു സണ്ണി, പുളിയനും പൗലോസ്, സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി, അനിഷ്മ അനിൽകുമാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.